നമ്മളെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് വളരെ ഓർഡർലി ആയിട്ടുള്ള ഒരു വേൾഡ്. ചെല്ലുന്നിടത്തെല്ലാം കാര്യങ്ങളെല്ലാം സ്മൂത്തായിരിക്കണം, എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണം. ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരൊറ്റ ഫാക്ടർ കൊണ്ടാണ്, എല്ലായിടത്തും ഒരു ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ തിരിച്ച് എനിക്കതുണ്ടോ? ഇതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണെന്ന് തോന്നുന്നു. ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കുറവാണ്, അല്ലെങ്കിൽ അതെന്തോ ഒരു കുറഞ്ഞ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കണ്ണടച്ചെല്ലാം അങ്ങ് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചില ആൾക്കാരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് ഒരു ഏറ്റവും ഉന്നതമായ ക്വാളിറ്റിയാണ്. ഒരു മനുഷ്യൻ ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് അർത്ഥം എന്ന് പറയുന്നത് ഹി ഹാസ് അബ്സല്യൂട്ട് സെൽഫ് കൺട്രോൾ എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. ഒരു യഥാർത്ഥ ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവനവനെ തന്നെ നിയന്ത്രിക്കുക, പ്രത്യേകിച്ച് പ്രലോഭനങ്ങൾക്കെതിരായി അവനെ നിയന്ത്രിച്ച് നിർത്തുക, പിന്നെ അവൻ്റെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ ഫോക്കസിൽ തന്നെ നിലനിർത്തുക, കൃത്യമായി സമയം പാലിക്കുക, ഡെഡ് ലൈൻസ്, ഓരോ കാര്യവും പറഞ്ഞ സമയത്ത് തീർക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസുള്ള മനുഷ്യരാണ് ട്രൂ ലീഡേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഒരുപാട് കഞ്ഞി ലീഡർമാരുണ്ടായതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഈ ഡിസിപ്ലിൻ എന്ന വാക്ക് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള കാരണം ഇന്നുള്ള പല നിലവാരം കുറഞ്ഞ ലീഡേഴ്സ് ഒരു PR വർക്കിലൂടെ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം PR വർക്കിലൂടെ എക്സാജറേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഓവർ റേറ്റ് ചെയ്യപ്പെട്ട ചില എൻറ്റിറ്റീസാണ്. അവരൊന്നും യഥാർത്ഥത്തിൽ ലീഡേഴ്സ് അല്ല. അപ്പം അതൊക്കെ ഇങ്ങനെ PR കൊണ്ട്, അല്ലെങ്കിൽ പണം കൊണ്ട്, അല്ലെങ്കിൽ അഴിമതിയിലൂടെ പണം ഉണ്ടാക്കുക, ആ പണം കൊടുത്തിട്ട് ഒരാളെ ലീഡറാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. നമ്മൾ നോക്കിയാൽ മതി, വളരെ മോശമായ രീതിയിലൂടെയൊക്കെ പണം ഉണ്ടാക്കിയിട്ട് ആ പണം തന്നെ വിനിയോഗിച്ച് വലിയ ഇമേജുകൾ ഉണ്ടാക്കി ലീഡേഴ്സാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ സമൂഹത്തിൽ വന്നപ്പോഴാണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ അവസരമില്ലാതെ പോയത്. ഒരു കാലത്ത് ലീഡേഴ്സിൻ്റെ ഒരു കോമൺ ഡിനോമിനേറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പൊതുഛേദമായിരുന്നു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അവർ അതിരാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ അവരുടെ എല്ലാ പ്രവർത്തനത്തിലും വളരെ ശക്തമായ ഒരു അച്ചടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും പഴയ ലീഡേഴ്സിനെയൊക്കെ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ തന്നെ ഈ ശ്രീധരൻ, ഇന്നും നമുക്ക് ടെക്നോളജിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്തെങ്കിലും ഒരു വലിയ ചലഞ്ച് വരുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ പ്രായമുള്ള ഈ മനുഷ്യനെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജീവിക്കുന്ന ഒരു ഡിസിപ്ലിൻ, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ലെഗസി, അത് ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലൂടെ ഉണ്ടാക്കിയെടുത്താണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിനൊരു ശക്തമായ ക്രമീകരണമുണ്ട്. ആർക്കും അത്ര ഈസി ആയിട്ട് അവരെ സ്വാധീനിക്കാൻ പറ്റില്ല, വഴിതെറ്റിക്കാൻ പറ്റില്ല. ക്ലിയർ കട്ടായിട്ട് അവരാരാണെന്നോ അവരെന്തിനു വേണ്ടിയാണെന്നുള്ളതിന് കൃത്യമായ നിലപാടുകൾ അവർക്കുണ്ട്. ഇതൊക്കെയാണ് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാനേജ്മെൻറ്റ് രംഗത്ത് നോക്കിയാൽ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, ഔട്ട്പുട്ട്, ഇതൊക്കെ ഒരു ഡിസിപ്ലിനാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ഡിസിപ്ലിനാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ സിസ്റ്റം തന്നെയാണ് മനുഷ്യനിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്. നമുക്ക് ഏതെങ്കിലും ഒരു രംഗത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡിസിപ്ലിൻഡായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ രംഗത്ത് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് പേരിന്ന് സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നു, ബിസിനസ് തുടങ്ങുന്നു, എനിക്ക് ജോലിയൊന്നും വേണ്ട, ബിസിനസ് മതി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പല ആൾക്കാരും ജോലിയിൽ ഇൻഡിസിപ്ലിൻഡ് ആണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് പരാജയപ്പെടും. കാരണം ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ജോലിയിലാണെങ്കിലും ഒരു ബിസിനസ്സിലായാലും വിജയിക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഡിസിപ്ലിൻ ഇല്ലാത്ത ഡിസിപ്ലിൻ ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഒരുപാട് പാകപ്പിഴകൾ പറ്റും. ഇപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, പക്ഷേ ഒരു PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഒരു ഡിസിപ്ലിൻ്റെ പ്രശ്നം അവിടെയുണ്ട്. കാരണം നമ്മൾ പോകരുതാത്ത ഒരു സ്ഥലത്ത്
പോകുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. നമ്മൾ പോകരുത്. കാരണം നമുക്കത് ഉറപ്പില്ലാത്ത ഒരു സ്ഥലത്ത് അപ്പനും അമ്മയും ഒക്കെ വളർത്തുന്ന പ്രായത്തിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രായത്തിൽ നമ്മൾ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പോകരുത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല ഡ്രഗ്സിലേക്കൊക്കെ വീഴുന്ന പല കുട്ടികൾ, പലതരത്തിലുള്ള ട്രാപ്പിലാകുന്ന കുട്ടികൾ, പലതരത്തിൽ വഞ്ചിക്കപ്പെടുന്നവർ, ഇവരെയൊക്കെ നോക്കിയാൽ ഡിസിപ്ലിൻ ഇല്ലായ്മ അവരുടെ ഭാഗത്തൊരു വലിയ തെറ്റായിരുന്നു. ഡിസിപ്ലിൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം അപകടങ്ങൾ അവർക്ക് വരില്ല. അപ്പം ശക്തമായ ഡിസിപ്ലിൻ, ഞാൻ ആരാണ്, ഞാൻ എവിടെ വരെയാണ്, ടു ഡ്രോ ദ ലൈൻ, എവിടെയാണ് ഞാൻ വരയ്ക്കേണ്ടത്. ഇപ്പോൾ പ്രണയമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഈ പ്രണയമൊക്കെ ഉണ്ടാകുന്നത് കൗമാരപ്രായത്തിലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അവിടെയൊക്കെ ഞാൻ എവിടെ വരെ ആകാം. കാരണം ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് വളരെ പരിമിതികളുണ്ട്. ഈ തിരിച്ചറിവാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇന്ന് പല കുട്ടികൾക്കും അത്തരം തിരിച്ചറിവുകളില്ല. ഫിസിക്കലായിട്ട് ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നു, വളരെയധികം ഇമോഷണലായിട്ട് അതിനെ കൊണ്ടുപോകുന്നു, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആ ബന്ധം വളർത്തുന്നു. എന്നിട്ട് അവസാനം ഒന്നും പറ്റാതെ എല്ലാം കൂടെ അടിച്ചു പിരിയുന്നു, കൊല ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇതെല്ലാം ഇൻഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾ പഠിത്തത്തിൽ തന്നെ പല കുട്ടികൾക്കും ഒരു ഫോക്കസ് ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ ചെന്നപ്പോൾ അവിടെ സയൻസ് ഒന്നും പഠിക്കാൻ കുട്ടികളെ ഇല്ല. അപ്പോൾ അവിടുത്തെ പ്രൊഫസർമാരൊക്കെ പറയുന്നത് സയൻസ് പഠിക്കേണ്ട കുട്ടികളെല്ലാം വിദേശത്ത് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. സയൻസ് പഠിക്കാൻ വേണ്ട കുട്ടികളൊന്നും വിദേശത്ത് പോയതുകൊണ്ടൊന്നും അല്ല. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഡിസിപ്ലിനുള്ള കുട്ടികൾക്ക് മാത്രമേ സയൻസിൽ മികവുറ്റവരാകാനായിട്ട് സാധിക്കൂ. കാരണം സയൻസ് ഗുണാന്ന് പഠിച്ച് പരീക്ഷ എഴുതി വലിയ മാർക്ക് വാങ്ങിക്കാനും അതിൽ എക്സ്പേർട്ട് ആകാനും പറ്റാത്തൊരു വിഷയമാണ്. സയൻസും മാത്സും ഒക്കെ പഠിക്കണമെങ്കിൽ യു മസ്റ്റ് ബി ഡിസിപ്ലിൻഡ്. എങ്കിൽ മാത്രമേ നമുക്കതിലൊരു പ്രതിഭയാകാൻ പറ്റുള്ളൂ. അപ്പം ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച്, കാരണം സയൻസ് ഒരു ഡിസിപ്ലിനാണ്. സയൻസ് ഡിസിപ്ലിനായിട്ട് പഠിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം, പ്രോഗ്രസ് ചെയ്ത് പഠിക്കണം. ചെറിയ കാര്യങ്ങൾ പഠിച്ച് അടിസ്ഥാനം ഉണ്ടാക്കിയാണ് വലിയ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെയൊക്കെ പഠിക്കേണ്ട ഒരു സയൻസിൽ ഇന്ന് വിദ്യാർത്ഥികൾ കുറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്കൊക്കെ വിദ്യാർത്ഥികൾ കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ പൊതു അച്ചടക്കം എല്ലാ വിദ്യാഭ്യാസത്തിലൊക്കെ പരിപൂർണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഉയരണമെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ ഡിസിപ്ലിൻ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെയാണ് മാതാപിതാക്കളുടെയൊക്കെ പങ്ക്. കാരണം ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ ഫോക്കസ്ഡ് ആക്കി നിർത്താൻ, അവരിലൊരു ഡിസിപ്ലിൻ നിലനിർത്താനും, അവരിൽ ഒരു ചിട്ടയും ക്രമവും ഒക്കെ നിലനിർത്താനും ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് പഠനത്തിലൊന്നും മികവുറ്റവരാകാനായിട്ട് പറ്റില്ല. ഇനി കളികളിലേക്ക് വരാം. കളികളിൽ എന്താണ് പ്രശ്നം? കളികളിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കളികളിൽ ഉയരാൻ പറ്റുള്ളൂ. ഏതൊരു കലയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അതിൽ ഒരു എക്സ്പേർട്ടായി വരാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ലോകത്ത് കൈയടിക്കുന്ന എല്ലാ മനുഷ്യരും അവരുടെ ആ പെർഫോമൻസ് എക്സലൻ്റ് ആക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ പുറകിൽ അവർക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ കാണുന്ന എക്സെപ്ഷണൽ ലീഡേഴ്സ് ആയാലും, നമ്മൾ കാണുന്ന എക്സെപ്ഷണലായിട്ടുള്ള ഏത് രംഗത്തുള്ള ആൾക്കാരായാലും, നമ്മൾ കാണുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള അവരുടെ അധ്വാനം അതിശക്തമാണ്. അത് വളരെ സെൽഫ് കൺട്രോളോടുകൂടി അവർ നിയന്ത്രിച്ചവരെ നിർത്തി. അവരെല്ലാ പരിപാടിക്കും പോയില്ല, അവരെല്ലാ ചന്തയ്ക്കും ഇറങ്ങിയില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം, എൻ്റെ പെർഫോമൻസിനെ എക്സെപ്ഷണലാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായി വർക്കൗട്ട് വേണം, എനിക്ക് കൃത്യമായി പരിശീലനങ്ങൾ വേണം, അതിനുവേണ്ടി ഞാൻ മുഖം താത്തിട്ട് അതിനുവേണ്ടി അധ്വാനിക്കണം. അതുകൊണ്ട് എല്ലായിടത്തും കൈയടി വാങ്ങിക്കാനും എല്ലാ ചന്തയ്ക്കും ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഈ അച്ചീവ്മെൻറ്റുകളൊന്നും വരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വളരെയധികം ആകൃഷ്ടരാണ് സ്റ്റാർസ് ആകുന്നതിലൊക്കെ. പക്ഷേ എല്ലാ സ്റ്റാറിൻ്റെയും പുറകിൽ ഒരു ഡിസിപ്ലിനുണ്ട്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു സ്റ്റാറും ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടത്തില്ല. ഇനി അബദ്ധത്തിനൊക്കെ ആരെങ്കിലും സ്റ്റാർ ആയാൽ തന്നെ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യപ്പെടത്തില്ല. ആ ഒരു പോയിൻ്റാണ് ഏറ്റവും പ്രധാനം. സസ്റ്റെയിനബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ, സസ്റ്റെയിനബിൾ ആയിട്ടുള്ള സ്റ്റാർഡം ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ അതിശക്തമായ, ചിലപ്പോൾ എക്സെപ്ഷണൽ ടാലൻ്റ് ഉള്ള ഒരാൾ ചിലപ്പോൾ ഇൻഡിസിപ്ലിൻഡ് ആണെങ്കിലും വിജയിച്ചെന്നിരിക്കും. നിങ്ങൾ എക്സെപ്ഷണൽ ടാലൻ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാം. പക്ഷേ ഒരു സാധാരണഗതിയിൽ ഒരാൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. പിന്നെ നമ്മുടെ ഡിസിപ്ലിനാണ് നമുക്ക് സമൂഹത്തിലൊരു വിലയും നിലയും ക്വാളിറ്റിയും തരുന്നത്. പ്രത്യേകിച്ച് സമയം പാലിക്കാനുള്ള കഴിവ്, വാക്ക് പാലിക്കാനുള്ള കഴിവ്, നമ്മളെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ്, ഓരോ സ്ഥലത്തും എന്ത് പറയണം എന്ത് പറയരുത്, ഓരോ സാഹചര്യത്തിലും എങ്ങനെ ഇടപെടണം, പെരുമാറണം, നമ്മുടെ ബിഹേവിങ് ഒക്കെ നമുക്ക് വരുന്നതങ്ങ് കാണിക്കുന്നതല്ല ഡിസിപ്ലിൻ. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് പോലും ഒരു വലിയ ഡിസിപ്ലിനാണ്.
എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വികാരമുണ്ട്, വൈകാരിക ബുദ്ധിശക്തിയുണ്ട്. വികാരം എന്ന് പറയുന്നത് അന്നേരം തോന്നുന്നതെല്ലാം കാണിക്കുന്നതാണ്. വൈകാരിക ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് കാര്യപ്രാപ്തിയോടുകൂടി വികാരങ്ങളെ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നതാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ കുട്ടിക്കാലത്തെ കുഞ്ഞുങ്ങളിലൊക്കെ കൊണ്ടുവരാൻ, യുവജനങ്ങളിലൊക്കെ കൊണ്ടുവരാൻ, കോളേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ ഒരു മുന്നേറ്റം ആവശ്യമാണ്. ഉണ്ടാവുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഒരു കരിയർ സെമിനാറാണ്. അവിടെ അത് വളരെ പ്രഗത്ഭനായ ഒരാൾ, അല്ലെങ്കിൽ ആ കോളേജിൻ്റെ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു അലുമിനി മെമ്പറാണ് ആ പ്രോഗ്രാം എടുക്കാനായിട്ട് വന്നത്. ഞാൻ കണ്ടത് ഒരു സെമിനാർ, ഒരു വെറും യോഗമല്ല, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ യോഗമൊന്നും അല്ല, ഒരു സെമിനാറാണ്. ഒരു സെമിനാർ ഹാളിൽ നടക്കുന്ന സെമിനാറിൽ തോന്നുന്ന പോലെ കുട്ടികൾ കയറി വരികയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത് കൂട്ടമായിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നു. എന്തൊരു വൃത്തികേടാണ്, എന്തൊരു നാണക്കേടാണ്. ഞാൻ അവിടുത്തെ ഒരു സീനിയർ ഫാക്കൽറ്റിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. ഒരിക്കലുമല്ല. അത് അവരെ നയിക്കുന്നവർക്ക് പോലും ആ ഡിസിപ്ലിൻ ഇല്ല, അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ എന്താണെന്ന് അവർക്ക് അറിയില്ല. ആ രീതിയിൽ അവരെ ഓറിയൻറ്റ് ചെയ്തിട്ടില്ല. വലിയ സെമിനാർ ഹോളുകളൊന്നും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വലിയ ക്വാളിറ്റിയുള്ള സെമിനാറുകൾ ഉണ്ടാകുന്ന സെമിനാർ ഹോൾ ഉള്ളത് കൊണ്ടല്ല, വലിയ റിസോഴ്സ് പേഴ്സൺസ് ഉള്ളതുകൊണ്ടല്ല. അത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സമൂഹത്തെ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും ഓറിയൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ഡിസിപ്ലിനാണ് എല്ലാത്തിൻ്റെയും ബേസ്. ഡിസിപ്ലിൻ ഇല്ലാത്തതെല്ലാം കാണാൻ മഹാവൃത്തികേടായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ഡിഫൻസ് ഫോഴ്സ്, നമ്മുടെ പട്ടാളത്തിന് ഡിസിപ്ലിൻ ഇല്ല, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എല്ലാം കഴിഞ്ഞില്ലേ? നമ്മുടെ പോലീസിന് ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ അത്രയും കണ്ട് നാശം ഈ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ലേ? ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു റെയിൽവേ ജീവനക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ വരിക, ബാങ്ക് ജീവനക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ വരിക, എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം എല്ലാം കുഴഞ്ഞു മറിയും. ഇപ്പോൾ ഡിസിപ്ലിനെ പറ്റിയുള്ളൊരു മനോഹരമായ ചിന്തയും കൂടെ തന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ആഗ്രഹിക്കുന്ന ഡിസിപ്ലിനാണ്. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം എല്ലാം ഓർഡറിലായിരിക്കണം, എല്ലാം പക്കയായിരിക്കണം, എല്ലാം ഡീസൻ്റ് ആയിരിക്കണം. പക്ഷെ നമുക്കതങ്ങോട്ട് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു നിയമം അനുസരിക്കാൻ പറ്റാത്ത, ഒരു സിസ്റ്റം അനുസരിക്കാൻ പറ്റാത്ത, നമുക്ക് ചുറ്റുമുള്ളവരെ ബഹുമാനിക്കാൻ പറ്റാത്ത, ഒരു കോർഡിയലായിട്ട് പെരുമാറാൻ അറിയാൻ വയ്യാത്ത, എറ്റിക്വേറ്റ്സും മാനേഴ്സും ഇല്ലാത്ത, ഡീസൻസി ഇല്ലാത്ത നമ്മുടെ പ്രവർത്തനം അതൊരു ഇൻഡിസിപ്ലിനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളിലൊരു വ്യക്തിത്വ വൈകല്യമാണെന്ന് തിരിച്ചറിയുകയും അതേതാണ്ട് ഞാൻ ഏതാണ്ട് ഭയങ്കരനാണ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു ചീപ്പ് ഈഗോയിൽ നിന്ന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ കമ്മ്യൂണിറ്റി വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളിത് ഇത്രയൊക്കെ വളർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു.